മൂന്നാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവിടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവള് വരുമ്പം ചോദിക്കേ, സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ. എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരായാള്? മോനെ, മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? എടാ, അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ, അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച സത്യം പറ, പറ. സത്യമാണ്, സത്യമാണ് അമ്മച്ചി. അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇടവകക്കാരെയും കർത്താവോടെ തമ്പുരാനെയും എല്ലാം നിങ്ങൾ. അമ്മച്ചി, ഞാൻ പറയുന്നത് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ പോവാ എവിടേക്കെങ്കിലും. എനിക്കാരുമില്ല, മക്കളുമില്ല, മരുമക്കളുമില്ല. തുടരുതന്നെ. ഇങ്ങനൊരു മോൻ എനിക്കില്ല, ഇങ്ങനൊരു മോൻ എനിക്കില്ല. ഞാനിവിടെ വന്ന നാൾ മുതൽ ഇങ്ങനെ തന്നെ ഒരു അനുജന്റെ ഭാര്യയെ കാണുന്ന കണ്ണുകൊണ്ട് ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല. പൊളച്ച, ഞാൻ എപ്പോഴും പറയാറില്ലേ, നമുക്ക് മറ്റെവിടെയെങ്കിലും മാറി താമസിക്കാം. നീ കിടന്നു, ഞാൻ ഊണ് കഴിച്ചതാ. നാൻസി, നാൻസി, എന്നെ പേടിച്ചാണെന്നുള്ള പേരും പറഞ്ഞ് നീ പള്ളിക്കലേക്ക് പോയത് സണ്ണിയെ കാണാനായിരുന്നു അല്ലേ? പള്ളിപ്പറമ്പിലെ നിങ്ങളുടെ കൂടിക്കാഴ്ച തുടങ്ങിയിട്ട് എത്ര കാലമായടി? അവനുമായിട്ടുള്ള കല്യാണം തെറ്റിച്ച് എന്റെ അനിയൻ ചെറുക്കനെ കൊണ്ട് നിന്നെ കെട്ടിച്ചത് ഇങ്ങനെ ചിലതൊക്കെ മനസ്സിൽ കണ്ടോണ്ടാ.
അച്ഛാ, ഇങ്ങനെ വിഷമിക്കരുത്. നമുക്ക് എവിടേക്കെങ്കിലും പോവാം. എവിടേക്കെങ്കിലും. ഞാൻ എത്ര വട്ടം പറഞ്ഞതാ പോവാന്ന്. ശരിയാ, പോവാം. പോവാം. പോണം. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്താണ് പറയേണ്ടത്? എല്ലാം തീർന്നല്ലോ. ഇനി എനിക്ക് മടങ്ങാം അല്ലേ? സണ്ണിച്ച, നമ്മുടെ പുല്ലാങ്കുന്നിലെ പോളത്തിന് ആത്മഹത്യ ചെയ്തു. എന്റെ പോളച്ചന്റെ ദേഹത്ത് ഒരു നുള്ളു മണ്ണ് വീഴിക്കില്ലെന്ന് പറഞ്ഞിട്ടിപ്പോ എന്റെ കുഞ്ഞിന്റെ വെട്ടിക്കേറിയ ശരീരം കാണാൻ എനിക്ക് വയ്യ കുഞ്ഞുഞ്ഞെ. ഡോക്ടർ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്ലീസ്. വരൂ ഡോക്ടർ.